എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വ്യത്യസ്ത രുചിയുള്ളതുമായ ഒരു അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഈന്തപ്പഴം അച്ചാർ അല്ലെങ്കിൽ ഡേറ്റ്സ് അച്ചാർ. ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അടുത്തതായി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ തയ്യാറാക്കുവാൻ വേണ്ടി നമ്മളിവിടെ 1/2 കിലോ ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി നമുക്ക് ഇതിൻ്റെ സീഡൊന്ന് കളഞ്ഞ് ഇത് 2ആയിട്ടോ 3ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അച്ചാറിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി അടുപ്പിൽ വെച്ചിട്ടുള്ള പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ കടുകെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ട്. അത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതാണ്. ഇത് തീരെ ചെറുതായിട്ടല്ല, അല്പം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അച്ചാറിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് സാധാ മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ. അടുത്തതായി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എരിവ് കുറച്ച് കൂട്ടി തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. എരിവ് ഇത്രയും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. അടുത്തതായി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിം ആക്കി വെക്കുകയോ തീ ഓഫ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം മാത്രമേ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇത് ചെയ്യുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ഒരു 1.5 കപ്പ് വെള്ളമുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാണെന്ന് തോന്നും, എന്നാൽ ഡേറ്റ്സ് ആയതുകൊണ്ട് ഇതൊട്ടും കൂടുതലില്ല. 1.5 കപ്പ് വെള്ളം തന്നെ ഇത്രയും ഡേറ്റ്സിന് ആവശ്യമുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വിനാഗിരി ഉണ്ട്, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന വിനാഗിരിയും വെള്ളമെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അവസാനമായി 1 ടേബിൾ സ്പൂൺ ചക്കര ചീകി വെച്ചിരുന്നത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സിൻ്റെ മധുരം മാത്രം മതിയെന്നുണ്ടെങ്കിൽ ചക്കരയോ പഞ്ചസാരയോ ആഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യുകയോ ആഡ് ചെയ്യാതിരിക്കുകയോ ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഉപ്പിൻ്റെ അളവ് നോക്കിയപ്പോൾ കുറവായെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായി സീഡ് കളഞ്ഞു വെച്ചിരുന്ന ഡേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കാണുമ്പോൾ വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നും, പക്ഷേ ഡേറ്റ്സിൽ ഈ വെള്ളം പിടിച്ചു കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ നമ്മുടെ ഡേറ്റ്സ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഡേറ്റ്സ് ആയതുകൊണ്ട് പിന്നെ ഇത് കൂടുതൽ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ അല്ലെങ്കിൽ ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വേറെ ഒരു അച്ചാറും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.